വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. സനിസ ശോഭ ചന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്? മറ്റു വിശദാംശങ്ങൾ. അജി കുഞ്ഞുമോൻ, ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. മഴ കനക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അതിതീവ്ര മഴ തുടരുകയാണ് കേരളത്തിൽ. കൂടാതെ തന്നെ ഈ ബംഗാൾ ഉൾക്കടലിന് മേലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര തീരത്തെത്തിയതിനു ശേഷം, കരയ്ക്കെത്തിയതിനു ശേഷം തെക്കൻ കേരളത്തിലും വ്യാപകമായി മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുപോലെ തന്നെ പ്രളയ മുന്നറിയിപ്പിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടാതെ തന്നെ നദികളിൽ വെള്ളമുയരുന്ന ഒരു സാഹചര്യത്തിൽ നദീതീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും നദി കുറുകെ മുറിച്ചു കടക്കരുതെന്നും നദീതീരങ്ങളിൽ വെള്ളമുയരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ തന്നെ തീരദേശ മേഖലകളിൽ ജീവിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും കടുത്ത നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് 2-ാം തീയതി വരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗിന് ജൂലൈ 31 വരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ, മലയോര മേഖലയിൽ അതീവ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഗ്രാമീണ മേഖലകളിൽ മഴ വലിയ നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. റോഡുകളിലേക്ക് മരം വീണും കൂറ്റൻ കല്ലുകൾ വീണും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒരു പരിധിവരെ കുറയ്ക്കണമെന്നും യാത്രകൾ വലിയ രീതിയിൽ കുറയ്ക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത്. കൂടാതെ തന്നെ മധ്യ കേരളത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെ മഴ അത്ര കലുഷിതമായിരുന്നില്ല ഇവിടെ. പക്ഷേ ഇപ്പോൾ മഴ ഇവിടെ രാവിലെ മുതൽ മഴ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതലാണ് മഴ പെയ്തു തുടങ്ങിയത്. ഇന്ന് രാവിലെ പെയ്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ മുതൽ ഇന്ന് വരെ പലയിടങ്ങളിലും തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ, മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ വിവിധയിടങ്ങളിൽ റോഡുകളിൽ മരം പൊട്ടി വീഴുകയും പല വീടുകൾക്ക് മീതെ മരം പൊട്ടി വീഴുകയും